ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. രാഖി രാവിലെ മുതൽ പറയുന്ന പോലെ തന്നെ ഇന്ന് വലിയ ദിവസമാണ്. ദിസ് ഇസ് ദ ബിഗ് ഡേ. കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ അതിനുമപ്പുറം ലോകത്തിൻ്റെ ക്രമം, സാമ്പത്തിക ക്രമം ഒക്കെ, വളർച്ചയുടെ ഗതിയൊക്കെ തീരുമാനിക്കുന്ന ഒരു ദിവസം. എന്തൊക്കെയാണ് നിർമ്മലാ സീതാരാമൻ്റെ ആ ബാഗിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങൾ, രഹസ്യങ്ങൾ, അതൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമ്മളല്ല, അതറിയാവുന്ന ഒരാളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി, ശ്രീ എസ് ആദികേശവൻ. ബാങ്കിങ് വിദഗ്ധനാണ്, പ്രേക്ഷകർക്ക് സുപരിചിതനാണ്, സാമ്പത്തിക വിദഗ്ധനാണ്. സ്വാഗതം ശ്രീ ആദികേശവൻ ജനം ടി വിയുടെ പുത്തൻപുലരിലേക്ക് ഒരിക്കൽ കൂടി. പ്രദീപ്, ഇത് എന്താണ് എക്സ്പെർട്ട് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം യോജിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോഴും രാഖിയുമായിട്ടൊക്കെ ചോദ്യം ഉത്തരം എന്നുള്ള ഫോർമാറ്റിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റി. ആൻഡ് എനിക്കും പുത്തൻ അറിവുകൾ നിങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു എന്നുള്ള ഒരു കാര്യവും കൂടി ഞാൻ ആദ്യമേ പറയട്ടെ. ഇന്നും നമ്മൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, നമുക്കത് തുടരണം എന്നുള്ളതാണ്. ഇന്ന് തുടങ്ങുന്നത് ഒരു വളരെ വലിയ പോസിറ്റീവ് വൈബോട് കൂടിയാണ്. കാര്യം ഇന്നലെ ജനം ടി വി ഇവിടെ എത്ര മറ്റ് മലയാള മാധ്യമങ്ങൾ എടുത്തു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ IMFൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആഗോള GDP വളർച്ചയിൽ ഇതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, ഒരു രാഷ്ട്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ ഭാരതം രണ്ടാമതെത്തിയിരിക്കുകയാണ്. ആദ്യം ചൈന ഏതാണ്ട് 26%, രണ്ടാമത് 17.7% കോൺട്രിബ്യൂഷനുമായി ആഗോള സാമ്പത്തിക വളർച്ചയ്ക്കുള്ള നമ്മുടെ സംഭാവനയുമായി US-നെ പിന്നിലാക്കിയിട്ട് ഭാരതം രണ്ടാമതെത്തിയിരിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഒരു രാഷ്ട്രം വികസിതമാണ് എന്ന് പറയുന്നത്, രാഷ്ട്രം വികസിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാര്യം, ആ രാഷ്ട്രത്തിൻ്റെ ജനങ്ങൾക്ക്. ഇത് പറയുന്നത് ആഗോള സാമ്പത്തിക വളർച്ചയ്ക്ക്. അങ്ങ് തന്നെ കഴിഞ്ഞ ഷോയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു, US-ലെ ഒരാളുടെ വരുമാനവും ഭാരതത്തിലെ ഒരാളുടെ വരുമാനവും തമ്മിലുള്ള അജഗജാന്തരം. ആ സാഹചര്യത്തിൽ ആഗോള GDP-യിലേക്കുള്ള ഭാരതത്തിൻ്റെ സംഭാവന ഇത്ര എന്ന് വരുന്നത് അതിൻ്റെ ഒരു പ്രസക്തി ഏറുന്നു. US 10% താഴെ പോയിരിക്കുകയാണ് US-ൻ്റെ സംഭാവന. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് യാദൃച്ഛികമായി സംഭവിച്ചതായിരിക്കണം, കാര്യം നമ്മുടെ ബജറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് IMF റിപ്പോർട്ട് പുറത്തുവിട്ടതല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും ലോക നേതാക്കളുടെ പ്രതികരണം, ഭാരതം വളരുന്നത് നല്ലതാണ്. ഏറ്റവും ഒടുവിൽ യൂറോപ്യൻ കമ്മീഷൻ നേതാക്കൾ പറഞ്ഞത്, ഭാരതത്തിൻ്റെ വളർച്ച ലോകത്തിന് നല്ലതാണ്, ഭാരതത്തിനൊപ്പം ലോകം വളരുന്നു എന്നുള്ളത്. അപ്പം വികസിത ഭാരതം എന്നുള്ള സങ്കല്പത്തിലേക്ക്, വിവിധ മേഖലകളിലെ കുതിപ്പിലേക്ക് എന്തൊക്കെ ആവും പ്രതീക്ഷിക്കേണ്ടത്, ഇതിൻ്റെ ഒരു ഡയറക്ഷൻ എന്താകും, ഇത്രയും കാലം ഇത് നിരീക്ഷിച്ചു വരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ശ്രീ ആദികേശവൻ. പ്രദീപ്, വളർച്ചയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മുടെ രാജ്യത്തിനെക്കുറിച്ച് ചൈനയെക്കുറിച്ചും ഒക്കെ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്ന പദം എമർജിങ് ഇക്കോണമീസ്. ചൈനയും അതെ, എമർജിങ് ഇക്കോണമി തന്നെയാണ്. നമ്മളെക്കാളും വലിപ്പം ഉണ്ട്, ആളോഹരി വരുമാനം നമ്മളെക്കാളും ഉണ്ടെങ്കിലും ചൈനയും എമർജിങ് ആണ്, നമ്മളും എമർജിങ് ആണ്. അപ്പോൾ എമർജിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നേരത്തെ ഉള്ള വളർച്ചയിൽ നിന്നും ഒക്കെ മാറി പുതിയ ഒരു ഊർജ്ജത്തോടു കൂടി പൊങ്ങി വരുന്ന രാജ്യങ്ങൾ. എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ടുള്ളൊരു കോൺവെർസേഷനിൽ പഴയ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ഡോക്ടർ YV റെഡ്ഡി, അപ്പം ഹൈദരാബാദിലുണ്ട് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞത്, നമ്മൾ ശരിക്കും എമർജിങ് ഇക്കോണമി എന്നല്ല പറയേണ്ടത്, റീ എമർജിങ് ഇക്കോണമി, തിരിച്ചു വരുന്ന. അതെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, 1750, 2026 നമ്മളിത് സംസാരിക്കുന്നത്, 1750 അല്ലെങ്കിൽ 1800 ക്രിസ്തുവർഷം 1800 വരെ ലോകത്തിലെ GDP-യുടെ ഏകദേശം 20-25% കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഭാരതവും ചൈനയും ആയിരുന്നു. ഇതിനെക്കുറിച്ച് പഠനങ്ങളുണ്ട്. ഇത് വെറുതെ പറയുന്നത്. ബ്രിട്ടീഷ് ഒരു ഇക്കോണമിക്സ് ഹിസ്റ്റോറിയൻ എന്ന് പറയാം, ആംഗസ് മാഡിസൺ, അദ്ദേഹം ഇതിനെക്കുറിച്ച് നമ്മളെ കാണുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ആംഗസ് മാഡിസൺ ഇതിനെക്കുറിച്ച് പഠിച്ച് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ 1750-1800 വരെ ലോകത്തിലെ സമ്പദ്ഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭാവന, കോൺട്രിബ്യൂഷൻ 25% ഭാരതത്തിൽ നിന്നും ചൈനയിൽ നിന്നും 25%. അപ്പോൾ ഈ വെസ്റ്റിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് 1800 ശേഷം USA എപ്പോഴാണ് 1776 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, UK
സാമ്രാജ്യ ശക്തിയായിരുന്നു, പല രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയൊരു സാമ്പത്തിക ശക്തി അവർക്കുണ്ടായിരുന്നു. യുണൈറ്റഡ് കിങ്ഡം മാത്രമല്ല കൊളോണിയൽ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്വ ശക്തിയായിട്ട് വളർന്നു വന്നത്. നമുക്കറിയാം, ഇത് നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ചല്ല, പക്ഷേ എന്നാലും പ്രദീപ് ചോദിച്ചുകൊണ്ട് ഇതിനൊരു പ്രസക്തിയുണ്ട്. പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ്, ഈവൻ നെതർലാൻഡ്സ്, എവിടെയൊക്കെയാണ് അവർ സാമ്രാജ്യം കെട്ടിപ്പടുത്തമെന്ന് ആലോചിക്കുന്നു പ്രദീപ്. അതായത് ഫ്രാൻസ് വിയറ്റ്നാമിനെ കോളനൈസ് ചെയ്തു. ഫ്രാൻസ് എവിടെയുണ്ട്, വിയറ്റ്നാം എവിടെയാണ്? അപ്പോൾ അവിടെ നിന്ന് ഒരു മാരിടൈം പട വന്ന് ഈസ്റ്റ് ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമിനെ കൺട്രോൾ ചെയ്തു അവർ. ഇന്തോനേഷ്യ, നെതർലാൻഡ്സ്, അതുകൊണ്ടാണ് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നാണ് പഴയ പേര്. ഇന്നത്തെ ഇന്തോനേഷ്യയുടെ പഴയ പേര് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ്, കാരണം ഡച്ച് കോൺകർ ചെയ്തു. പോർച്ചുഗൽ അതേപോലെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെൻഡിൽ നിന്നും എനിക്ക് തോന്നുന്നത് ഈ 21-ാം നൂറ്റാണ്ട് ശരിക്കും പറഞ്ഞാൽ ചരിത്രപരമായി ഈ റീ എമർജിങ് ഇക്കോണമി ആൻഡ് നമ്മൾ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ കാര്യം കൂടി നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. ഇത് ഭാരതത്തിൻ്റെ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ഏഷ്യൻ ഉത്തേജനം, ഏഷ്യൻ റീസർജൻസ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇനി നമ്മുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വളർച്ചാ നിരക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യം അതിന് പ്രസക്തി വളരെ അധികമാണ്. കേവലം സാമ്പത്തികമോ വികസനമോ GDP ഒക്കെ അപ്പുറത്തേക്ക് ഇത് വലിയൊരു തെളിവാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കുന്നത്. ഒന്ന്, ഈ UK അടക്കമുള്ള അങ്ങ് മെൻഷൻ ചെയ്ത രാഷ്ട്രങ്ങളുടെ വികസനം അല്ലെങ്കിൽ വളർച്ച അല്ലെങ്കിൽ സമ്പദ് ശക്തി എന്ന് പറയുന്നത് അധിനിവേശത്തിലൂടെ അക്വയർ ചെയ്തതോ ചേർത്ത് വച്ചതോ അതല്ലെങ്കിൽ ലൂട്ട് എന്നുള്ള വാക്ക് പോലും ഞാൻ ഉപയോഗിക്കും, നമ്മുടെ ഇതിൽ നിന്ന് കൊണ്ടുപോയതുമായ ഒരു അസോർട്ടഡ് സാമ്പത്തിക ശക്തിയായിരുന്നു. 2, ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്ന് ഇവിടെ ആക്രമിച്ച് ഇവിടെയുള്ള നാട്ടുരാജ്യങ്ങളൊക്കെ ചേർത്ത് നിർത്തിയപ്പോഴാണ് ഇന്ത്യ എന്ന സങ്കല്പമുണ്ടായത്, ഭാരതം എന്ന രാഷ്ട്രമുണ്ടായതെന്ന് വാദിക്കുന്നവരുടെ മുന്നിലേക്ക് കൂടിയല്ലേ അങ്ങ് ഈ പറയുന്ന കണക്കുകൾ കേവലം ക്ലെയിം അല്ല, അത് തന്നെയല്ലേ ഭാരതം എന്ന ശക്തി ഇതിനു മുമ്പുണ്ടായിരുന്നു എന്നുകൂടി. അതെ, പ്രദീപ് നല്ല മലയാളത്തിലത് ഞാൻ പറഞ്ഞതിനെ നല്ല മലയാളത്തിൽ സംഗ്രഹിച്ചു. ഇതിപ്പോൾ പ്രദീപ് പറയുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം ഇവിടുന്ന് കടന്ന് കംബോഡിയ, തായ്ലൻഡ്, ഇന്തോനേഷ്യ ഒക്കെ ചെന്നിട്ടുണ്ട്. ബുദ്ധിസം ചൈനയിൽ ചെന്നു, ജപ്പാനിൽ നിന്നും ബുദ്ധിസം ഇസ് എ മേജർ റിലിജൻ. അപ്പോൾ സാംസ്കാരികമായി ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അധീനതയിൽ വന്നുവെങ്കിലും സാമ്പത്തികമായി ഒരു രീതിയിലും അവരെ ചൂഷണം ചെയ്യുവാനോ കൊള്ളയടിക്കുവാനോ ഒന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാരണം എനിക്കൊന്ന് ജനറ്റിക്കായിട്ട് ഇനിയിപ്പോൾ അതിന് ശ്രമിച്ചാൽ പോലും നമുക്ക് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ജനറ്റിക് സ്ട്രക്ചർ ഈ അധിനിവേശത്തിൽ അല്ലെങ്കിൽ അധിനിവേശത്തിന് പറ്റിയ ഒരു ജനറ്റിക് സ്ട്രക്ചർ അല്ലെങ്കിൽ തോട്ട് പ്രോസസ് അല്ല നമ്മുടേത്. പക്ഷേ സാംസ്കാരികമായി നിങ്ങൾ പറയുന്നത് പോലെ സാംസ്കാരികമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഈ ഇന്തോനേഷ്യ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നും കാണാമല്ലോ. ബാലിയിൽ പോയിട്ട് വരുന്ന ആൾക്കാർ ഇന്നും പ്രേക്ഷകർ എനിക്കറിയില്ല സാമ്പത്തിക ബഡ്ജറ്റിൻ്റെ ദിവസം നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ച് ചർച്ച. പക്ഷേ എനിക്ക് വളരെയധികം കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യം അറിയപ്പെടാത്തൊരു കാര്യം, ഇന്തോനേഷ്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യം പാകിസ്ഥാനോ ഒന്നുമല്ല, ഇന്തോനേഷ്യ. മുസ്ലിം മതവിശ്വാസികൾ, അവിടെ ഹിന്ദു മതവിശ്വാസികളുമുണ്ട്, അതാണ് ബാലി. അവർ ഫോളോ ചെയ്യുന്നത് വേദിക് ഹിന്ദുയിസമാണ്. ഇന്നിപ്പം മുരുകൻ, ഇന്ന് തൈപ്പൂയം മുരുകൻ എന്നുള്ള ദൈവം വേദിക് പീരീഡിൽ അത്ര പോപ്പുലർ അല്ല. വേദിക് ലിറ്ററേച്ചറിൽ അവിടെ മുരുകൻ ദൈവമില്ല. പക്ഷെ അവിടെ ഞാൻ പോയിട്ടുണ്ട്, 2 തവണ പോയിട്ടുണ്ട്. രുദ്ര, ശിവ എന്ന് പോലും അല്ല പറയുന്നത്, രുദ്ര, വിഷ്ണു, പിന്നെ ശ്രീദേവി, വായു, അഗ്നി, ഇതൊക്കെയാണ് ദേവതകൾ ബാലിയിലെ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ചെന്നപ്പോൾ 3 നേരവും നമ്മുടെ ഗായത്രി മന്ത്രം ചൊല്ലുന്ന ഒരു ട്രഡീഷൻ അവർക്കുണ്ട്. അപ്പോൾ എല്ലാ എംപ്ലോയീസും ഇപ്പോൾ നമാസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടി ഇപ്പോൾ ഹിന്ദുമത വിശ്വാസികളെക്കാളും കുറേ അധികം
എന്താണ് ഡിസിപ്ലിനുള്ള മതമാണ് ഇസ്ലാം. എക്സ്പ്രസീവുമാണ്. നമുക്കതിൽ അഭിമാനം കൊള്ളാം. കാരണം അവർ അത് ഫോളോ ചെയ്യുന്നു, 5 നേരം നിസ്കരിക്കുന്നു. വളരെ നല്ല കാര്യം. നമ്മുടെ ഭാരതത്തിലില്ലാത്ത ഒരു പ്രാക്ടീസാണ്. ജാതിയൊന്നുമില്ല, പൂണൂലില്ല, ഒന്നുമില്ല. പക്ഷേ 3 നേരവും ഗായത്രി മന്ത്രം ആദ്യത്തെ വരി ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിലെ കണ്ടതാണ്. കടയുടെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ കോലമിടുന്നുണ്ടല്ലോ, അരിമണി കൊണ്ട് ചെറിയൊരു ഡയഗ്രം വരച്ചു. ചെന്ന് കാണേണ്ടതാണ്. വേറെ ഒരു കാര്യം, നമുക്കിനി ബജറ്റിലേക്ക് കടക്കണം പ്രദീപ്. ഇന്തോനേഷ്യയിലെ നമ്മുടെ നേവി ചീഫ് എന്താണ് പറയുക? നേവി ചീഫിൻ്റെ എന്താണ് ഡെസിഗ്നേഷൻ? അഡ്മിറൽ. ഇപ്പം നമുക്കെല്ലാം അഭിമാനം ഉള്ള ശ്രീ ഹരികുമാർ, എൻ്റെ ക്ലാസ്മേറ്റും കൂടിയിട്ടാണ് അദ്ദേഹം. അഡ്മിറൽ ഹരികുമാർ, അതായത് മലയാളി, ഫസ്റ്റ് അഡ്മിറലായി. ഇന്തോനേഷ്യയിലെ നേവി തലവൻ്റെ പേര് ലക്ഷ്മണ. ചെക്ക് ചെയ്തോളൂ. അഡ്മിറലിന് പകരം ലക്ഷ്മണ എന്നാണ് അവർ ഉപയോഗിക്കുന്ന പദം, ഡെസിഗ്നേഷൻ. യെസ്, കാരണം ലക്ഷ്മണ രാമൻ്റെ എന്താണ് കമാൻഡർ ഇൻ ചീഫ് അല്ലെങ്കിൽ ഫസ്റ്റ് കമാൻഡർ ആയിരുന്നു. പരിശോധിച്ച് നോക്കൂ. ആൻഡ് ഇന്തോനേഷ്യയിൽ കൂടി പോകുമ്പോൾ ബാങ്ക് പണ്ട് 1996, 2000 കാലഘട്ടത്തിൽ ഞാൻ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലറായിരുന്നു. അപ്പം അന്നത്തെ ഡീലിംഗ് സിസ്റ്റം രസകരമായ, വളരെ ഇതൊക്കെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ടാണ്. ഡീലിംഗ് സിസ്റ്റം റോയിട്ടേഴ്സിൻ്റെയാണ്. ന്യൂസ് ഏജൻസി റോയിട്ടേഴ്സ് അവർ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിംഗ് സിസ്റ്റവും പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് പിന്നെ തോംസൺ എന്നുള്ള കമ്പനി ഏറ്റെടുത്തു. അന്ന് ഇന്തോനേഷ്യൻ ബാങ്ക്സിൻ്റെ ലിസ്റ്റ് നമുക്കിതിൽ കിട്ടും, റോയിട്ടേഴ്സിൽ. പേരൊന്ന് പ്രദീപ്, നിങ്ങൾ രാഖിയോ, ഇതൊക്കെ വളരെ കൗതുകമുള്ള കാര്യങ്ങൾ. പറ്റുമെങ്കിൽ നമ്മളെല്ലാവരും ബാലിയിൽ പോകണമെന്ന്, ഇന്തോനേഷ്യയിൽ പോകണമെന്ന് പറയും. ബാങ്ക് രാമ, ബാങ്ക് ഗണേശ, ബാങ്ക് പാണിനി, ബാങ്ക് അർത്ഥഗൃഹ. ഇന്തോനേഷ്യൻ ബാങ്കുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പുതിയ കുറെ അറിവുകൾ കൂടിയല്ലേ. ഭാരതത്തിലെ നേതാക്കൾ, ജനങ്ങൾ അറിഞ്ഞുകൊള്ളും, നേതാക്കൾ കൂടി ഇത് തിരിച്ചറിയണമെന്നാണ് പറയും. എന്തായാലും അങ്ങ് പറഞ്ഞ പോലെ ഒട്ടും അപ്രസക്തമല്ല. അങ്ങിപ്പോൾ പറഞ്ഞു, ബജറ്റിൻ്റെ ദിവസം നമ്മൾ ബാലിയെക്കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു. റിച്ച്നെസ്, അബണ്ടൻസ്, ശക്തി എന്ന് പറഞ്ഞ ഇതിലൊക്കെ കൂടിയാണല്ലോ. കേവലം ഡോളറിലല്ലല്ലോ ഇത് നിലനിൽക്കുന്നതും. സ്ഥായിയായ ശക്തി, കരുത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒക്കെ കൂടി ഒരു പ്രതിഫലനം മാത്രമേ. ഒരു സെൻറ്റൻസ് മാത്രമേ ഞാൻ പറയാം. സാമ്പത്തിക വളർച്ച, ദേശീയ വളർച്ച, ആത്മവിശ്വാസം, ആത്മനിർഭരത, ഇതിനെല്ലാം ഒരു അടിസ്ഥാനം വേണ്ട. ആ അടിസ്ഥാനം സാംസ്കാരികം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ദേശീയതയിൽ നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫാക്ട്. ദേശീയത എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സങ്കല്പമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ സാംസ്കാരിക ദേശീയത ഇന്ത്യയിൽ അതിനു മുമ്പേ എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. നാം ഒന്നാണ് എന്നുള്ള തോന്നലിന്, അല്ലെങ്കിൽ ആ ഫീലിംഗ്, ആൻഡ് ആ ഫീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡേൺ ഇക്കണോമിക്സ് ഇപ്പം നഡ്ജ് തിയറി, റിച്ചാർഡ് ടൈലറിലെ നോബൽ പ്രൈസ്, എന്താണ് അതിൽ? അതായത് ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാക്കുക. അതേപോലെ മൊറയിൽ, രാജ്യത്തിൻ്റെ മൊറയിൽ, വിശ്വാസം, ട്രസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റാണ് സാമ്പത്തിക മേഖലയുടെ അടിത്തറ. അതിൻ്റെ വസ്തുനിഷ്ഠമായ ഒരു കാരണം കൂടി ഞാൻ പറയാം. ഇതൊക്കെ ഈ വർത്തമാനം പറയുമ്പോൾ തോന്നുന്നതാണ്. പ്രദീപ്, 1973 വരെ സമ്പദ്ഘടനയുടെ അടിസ്ഥാനം ആഗോളതലത്തിൽ ഗോൾഡായിരുന്നു. കാരണം US കറൻസി വാസ് ലിങ്ക്ഡ് ടു ഗോൾഡ് സ്റ്റാൻഡേർഡ്. മനസ്സിലായില്ല? അപ്പോൾ ഒരു $1 എന്ന് പറയുന്നത് ഒരു ഔൺസ് ഓഫ് $35. അതിന് ആനുപാതികമായി കറൻസി US സപ്ലൈയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആനുപാതികമായിട്ടുള്ള ഗോൾഡ് കരുതിയിരിക്കണം അവരുടെ പക്കൽ, ഗോൾഡ് റിസർവ്സ്. അപ്പോൾ ഗോൾഡ് എത്രത്തോളം കയ്യിലുണ്ടോ അതിന് ആനുപാതികമായിട്ടുള്ള കറൻസിയെ സർക്കുലേഷനിൽ വരുള്ളൂ. അപ്പോൾ US മേജർ ഇക്കോണമി ആയതുകൊണ്ടും ഈ അടിസ്ഥാനപരമായി കറൻസിക്ക് ഗോൾഡുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. 73 നിക്സൺ ആ ബന്ധം വിച്ഛേദിച്ചു. ഇന്ന് ലോകത്തിലെ ഒരു സമ്പദ്ഘടനയ്ക്കും അടിസ്ഥാനപരമായി കറൻസിക്കൊരു ആങ്കറില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് മോണിറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ അതിനെ ഒരു മേജർ വീക്ക്നെസ് ആയിട്ട് കാണുന്നു. അതെന്തോ ആയിക്കൊള്ളട്ടെ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഗോൾഡ്
നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ കറൻസി അന്താരാഷ്ട്ര തലത്തിലെ കറൻസി വ്യവസ്ഥയാണ് ഞാൻ പറയുന്നത്. അന്താരാഷ്ട്ര ലെവലിലുള്ള കറൻസി സ്ട്രക്ചറിന് അടിസ്ഥാനപരമായിട്ടുള്ള ഗോൾഡ് ലിങ്കേജ് ആധാരം നമ്മൾ മാറ്റിയെങ്കിലും ഇന്നും കറൻസി സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനം വിശ്വാസവും ഒരു സംശയമില്ല നമുക്ക് പറയാൻ പറ്റും. നമുക്ക് തിരിച്ചെത്താം ബജറ്റ് വിശകലനത്തിലേക്ക്. ഒരു പക്ഷേ ബജറ്റ് വിശകലനം തുടർന്നും ഉണ്ടാകും. ശ്രീ ആദികേശവൻ തുടങ്ങി വച്ചിടത്തേക്ക് തന്നെ ഒന്നുകൂടി വരണമെന്ന് എനിക്കുണ്ട്. എന്തുകൊണ്ട് ആത്മവിശ്വാസവും ആത്മനിർഭരതയും ലോകത്തിന് ഭീഷണിയാകുന്നില്ല, മറിച്ച് ലോകത്തിന് ഗുണമാകും എന്നുള്ളതിലേക്ക് പറഞ്ഞു നിർത്തിയത് അങ്ങ് ദേശീയ ബോധം, ആത്മനിർഭരത, അതിൽ നിന്നാണ്. അതിനൊപ്പം തന്നെ ഭാരതം വിശ്വസിച്ചിരുന്ന, ഭാരതം നടപ്പാക്കിയിരുന്ന 2-3 കാര്യങ്ങളുണ്ട്. വസുധൈവ കുടുംബകവും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത്. ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ച, ഒരു രാഷ്ട്രത്തിൻ്റെ വികസനം, ഒരു രാഷ്ട്രം കരുത്താർജിക്കുന്നത് മറ്റൊന്നിൻ്റെ ചെലവിലല്ല, മറ്റൊന്ന് നശിച്ച് അതിനെ വളമാക്കിയല്ല, ഒപ്പം ആ വളർച്ചയുടെ ഗുണഫലങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു കൊടുത്തുകൊണ്ടെന്ന് തന്നെ ഇന്നിപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ലോകരാഷ്ട്രങ്ങൾ പറയുന്നത് നമ്മളല്ല. ശ്രീ ആദികേശവൻ, അങ്ങേക്ക് തുടരാം. അതെ, ഒരു ചെറിയ കറക്ഷൻ കൂടി പറയാം. ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് $35 per ounce എന്നുള്ളതായിരുന്നു കൺവേർഷൻ. ഔൺസ് ഓഫ് ഗോൾഡ് എന്നുള്ളത് 31.8 ഗ്രാമാണ് ഒരു ഔൺസ് ഓഫ് ഗോൾഡ്. ആ മെഷർ എപ്പോഴും നമ്മുടെ അന്താരാഷ്ട്ര നിലവാരം ഗോൾഡിൻ്റെ പറയുമ്പോൾ $5500 per ounce ആണ്. എന്തായാലും അതൊരു ടെക്നിക്കൽ കറക്ഷൻ, അതും കൂടി അങ്ങ് പറഞ്ഞു പോകാം. പ്രദീപ് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ സങ്കല്പങ്ങളെക്കുറിച്ചാണ്. അതും നമ്മുടെ എക്കണോമിക് സർവേയുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. വസുദൈവ കുടുംബകം അല്ലെങ്കിൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു ഒക്കെ നല്ല സങ്കല്പങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വേൾഡ് വ്യൂ അതല്ലേ പറയുന്നത്. അതായത് ലോകത്തിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇതിൽ അധിഷ്ഠിതം ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ഇന്നലെ വായിച്ചപ്പോൾ, നമ്മളിന്ന് രാവിലെ സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഇക്കണോമിക് സർവേ 700 പേജാണ്, എല്ലാം വായിച്ചെന്ന് പറയാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കി. ഇക്കണോമിക് സർവേയിൽ നമ്മുടെ ശ്രീ അനന്ത നാഗേശ്വരൻ 2-3 കാര്യങ്ങൾ കൊട്ടേഷൻ, അതിലൊരെണ്ണം കഥോപനിഷത്തിൽ നിന്ന്. കഥോപനിഷത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്യം കനറ ബാങ്കിൻ്റെ മാഗസീനിൽ പണ്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടെന്ന്. അത് ഇതാണ്: ഈ ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യം ഏത തൗ സമ്പരീത്യ വിവിനക്തി ധീര. മന്ത്രം പറയുകയല്ല, ഇത് ഇക്കണോമിക് സർവേയിൽ പറഞ്ഞുകൊണ്ട് ശ്രേയസ്സും പ്രേയസ്സും ഒരു മനുഷ്യനെ സമീപിക്കുന്നു. ശ്രേയസ് എന്ന് പറയുന്നത് ശാശ്വതമായ അല്ലെങ്കിൽ ലോങ് ടേമിൽ നമുക്ക് നല്ലത് ചെയ്യുന്ന ഒരു കാര്യമാണ് ശ്രേയസ്. പ്രേയസ് എന്ന് പറയുന്നത് താൽക്കാലികമായി നമുക്ക് പ്ലഷർ തരുന്നു, സന്തോഷം തരുന്നു. ഇത് രണ്ടും ഒരു മനുഷ്യനെ സമീപിക്കുന്നു. ബുദ്ധിയുള്ള മനുഷ്യൻ ഇതിനെ രണ്ടിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ട് ശ്രേയസ്സിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അവിടെയാണ് ഇദ്ദേഹം ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അനന്തനാഗേശ്വരൻ ഇത് കോട്ട് ചെയ്തിട്ട് പറയുകയാണ്. ആൻഡ് ഈ വീക്ഷണം, ഞാൻ പറയുന്നത് കഥോപനിഷത്തിലെ വീക്ഷണം അനന്തനാഗേശ്വരൻ നമ്മുടെ ഇതിൽ ഇക്കണോമിക് സർവേയിൽ കോട്ട് ചെയ്യുന്നു. ഇതെല്ലാം ലിങ്ക്ഡാണ്. പക്ഷേ നമ്മളിതെല്ലാം കോട്ട് ചെയ്യുന്നത് കൊണ്ട് വെസ്റ്റേൺ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള തോട്ട്സ് അല്ലെങ്കിൽ വിചാരധാരകളെ നമ്മൾ നിരാകരിക്കുന്നതേയില്ല. ഗാന്ധിജി പറഞ്ഞ പോലെ വി കീപ്പ് അവർ ഡോർസ് ഓപ്പൺ സോ ദറ്റ് അവിടെ നിന്നുള്ള ഇൻഫ്ലുവൻസും സ്വീകാര്യമായി നമ്മൾ സ്വീകരിക്കും. അതിനനുബന്ധമായി എനിക്ക് പറയാനുള്ളതാണ്, കഥോപനിഷത്ത് കോട്ട് ചെയ്ത അനന്തനാഗേശ്വരൻ ലെനിനെയും കോട്ട് ചെയ്യുന്നു. പ്രദീപ് ശ്രദ്ധിച്ചോന്നറിയില്ല, ലെനിൻ്റെ ഒരു കൊട്ടേഷൻ, there are decades where nothing happens, but there are weeks when decades happen. ഓക്കെ, മനസ്സിലായില്ലേ? ഒന്നും സംഭവിക്കാത്ത ദശാബ്ദങ്ങൾ നമുക്കുണ്ടാകാം, പക്ഷെ ഒരാഴ്ചയിൽ ഒരു ദശാബ്ദം സംഭവിക്കുന്ന അനുഭവം നമുക്കുണ്ട്. എന്ത് പ്രൊഫൗണ്ടായിട്ടുള്ള അല്ലേ, ശരിയല്ലേ? ചരിത്രം പരിശോധിക്കുമ്പോൾ അതല്ലേ, ഒന്നും സംഭവിക്കാത്ത എത്രയോ ദശാബ്ദങ്ങൾ കടന്നു പോകുന്നു, പക്ഷേ ഒരാഴ്ചയിൽ ദശാബ്ദം സംഭവിക്കുന്ന സംഭവ വികാസവും നമുക്കുണ്ടാവുന്നു. ചരിത്രം പരിശോധിച്ചപ്പോൾ തിരിച്ച് പറഞ്ഞു വന്നത് ഈ ഒരു എന്താണ് സങ്കല്പം, അത് തീർച്ചയായിട്ടും എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുക. നമുക്ക് ഒന്നും അന്യമല്ലല്ലോ. ഇസ്ലാം മതമാവട്ടെ, പാർസി മതമാവട്ടെ, ക്രിസ്ത്യാനിറ്റി ആവട്ടെ,
എനിക്ക് എപ്പോഴും തോന്നിയുള്ള അങ്ങ് പറഞ്ഞതിനനുബന്ധിച്ച് ഇതെല്ലാം എന്തുകൊണ്ട് ഇവിടെ വന്നു? തുറന്ന കൈകളോടുകൂടി അന്നത്തെ സംസ്കാരം അവരെ സ്വാഗതം ചെയ്തത് കൊണ്ടല്ലേ, അവരെ സഹായിച്ചത് കൊണ്ടല്ലേ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ടല്ലേ നാട്ടുരാജാക്കന്മാർ മുതൽ ചക്രവർത്തിമാർ വരെയുള്ളവർ തുറന്ന സമീപനത്തോടെ അവരെ സ്വീകരിച്ചത് കൊണ്ടാണല്ലോ അതിവിടേക്ക് കടന്നു വന്നതും പച്ച പിടിച്ചതും. അതെ, ആൻഡ് ആ സ്പിരിറ്റിനെ നമ്മൾ തീർച്ചയായിട്ടും ഊട്ടി ഉറപ്പിക്കണം. എനിക്ക് നേരത്തെ തോന്നിയിട്ടുള്ള ഒരു തോട്ട് കൂടി ഷെയർ ചെയ്യാൻ പ്രതി 33 കോടി ദേവന്മാർ നമ്മൾ സാധാരണ പറയുമ്പോൾ നമുക്കെല്ലാം ഇഷ്ട ദൈവങ്ങളുണ്ട്, മുരുകൻ അല്ലെങ്കിൽ ശാസ്താവ്, അയ്യപ്പൻ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ പരമ്പരാഗതമായി നമ്മൾ പറയുമ്പോൾ 33 കോടി, അതിൻ്റെ കൂടെ 2-3 ദേവന്മാരെ കൂടി കയറ്റണം. ഞാൻ സത്യം അല്ലേ, നമുക്കെന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് ശരിക്കും നമ്മുടെ അപ്രോച്ച്. ഇതാവണം, ഇത് തന്നെ ആവണം നമ്മുടെയും. ഇന്നത്തെ കേന്ദ്ര ബജറ്റിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ ഡീൽസിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന കേന്ദ്ര ബജറ്റാണ് എന്നുള്ളതാണ്. നമ്മുടെ വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ കയറ്റുമതിക്ക് ഊർജം നൽകാൻ, ഇറക്കുമതിക്ക് ഊർജം നൽകാനുള്ള ആ ഒരു പശ്ചാത്തലത്തിനൊക്കെ തന്നെ ഊർജം നൽകുന്ന പലതരത്തിലുള്ള പാക്കേജുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് സാറിൻ്റെ ആ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ? രാഖി, ശരിയാണ്, അത് തന്നെ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ ബജറ്റിലെ പ്രധാനപ്പെട്ട നടപടികളിൽ ഏറ്റവും എടുത്തു പറയാവുന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. ഒരു കാര്യം മാത്രം, അതായത് കയറ്റുമതിയിലെ വളർച്ച, ഇറക്കുമതിയിലെ എന്താണ് അതൊരു വളർച്ച എന്നുള്ള ആ പ്രയോഗം കൺസ്യൂമേഴ്സിന് നല്ലത്, ചോയ്സ് കിട്ടും, കുറഞ്ഞ വിലയ്ക്ക് ചോയ്സ് കിട്ടും. ഓക്കെ, ആ രീതിയിൽ കാണാം. അപ്പോൾ അടിസ്ഥാനപരമായി എനിക്ക് തോന്നുന്നത്, ആൻഡ് നമ്മളെല്ലാം ശരിക്കും ഉറ്റുനോക്കേണ്ടതും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതും എത്രത്തോളം വളർച്ചയെ ഉത്തേജിപ്പിക്കാനായിട്ട്, വളർച്ചാ നിരക്ക് ഇപ്പോൾ 7-8% എന്നുള്ള നിലവാരത്തിൽ നിർത്തുവാനായിട്ട് എന്തെല്ലാം നടപടികൾ ഈ ബഡ്ജറ്റിലുണ്ടാവും. വളർച്ചാ നിരക്കെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തുള്ള മേഖല, എക്സ്പോർട്ട് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് ഈ ട്രംപിൻ്റെ ടാരിഫ് മൂലം അൺസർട്ടൺ. അതിനൊരു എന്താ പറയുക, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും ശരിക്കും പ്രവചിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ആഭ്യന്തര ഡിമാൻഡ്, ഡൊമസ്റ്റിക് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യുക, ഇവിടെയുള്ള ആൾക്കാരുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുക, സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അടിസ്ഥാന സൗകര്യ മേഖലയിൽ എത്രത്തോളം നമുക്ക് കൂടുതലായിട്ട് സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാൻ പറ്റും, അതുവഴി വളർച്ചയ്ക്ക് ഒരു ഊന്നൽ നൽകുക എന്നുള്ളതായിരിക്കണം ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട എംഫസിസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വളർച്ചാ നിരക്ക് തന്നെയാവും ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയാൻ ഒരു കാരണം, ഇക്കണോമിക് സർവേയെക്കുറിച്ചുള്ള വിശകലനങ്ങൾ വായിച്ചപ്പോൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട വാക്ക് ഇക്കണോമിക് സർവേയിൽ ഗ്രോത്ത്. അതായത് ഗ്രോത്ത് എന്നുള്ള വാക്ക് 900 തവണ ഈ എക്കണോമിക് സർവേയിൽ വരുന്നുണ്ട്. ആൻഡ് ഈ ഗ്രോത്ത് തന്നെ ആവും ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ സമ്പദ്ഘടനയുടെ ഏറ്റവും അനിവാര്യമായ ആവശ്യം. കാരണം വികസിത ഭാരതം അല്ലെങ്കിൽ ഡെവലപ്ഡ് ഒരു കൺട്രി ആവണമെന്നുണ്ടെങ്കിൽ ഈ വർഷം എന്തായാലും 7% കവിഞ്ഞ വളർച്ച ഉണ്ടാവും. ഏത് 25-26, 26-27ലും 7% അടുപ്പിച്ചിട്ടുള്ള വളർച്ചയുണ്ടാകും. പക്ഷേ ഈ വർഷവും അടുത്ത വർഷവും മാത്രമല്ല, തുടർച്ചയായിട്ട് ഈ വളർച്ചാ നിരക്കുണ്ടായാൽ സാധാരണക്കാരുടെ ജീവിത നിലവാരം തീർച്ചയായിട്ടും മെച്ചപ്പെടും. അതുതന്നെയാണ്, അതായത് 1991 റിഫോംസിന് ശേഷം അതുവരെ നമ്മളൊരു സോഷ്യലിസ്റ്റ് പ്ലാനിങ് ബേസ് സോവിയറ്റ് റഷ്യയുടെ മോഡലിലുള്ള USSRൻ്റെ മോഡലിൽ, കാരണം അന്ന് വളരെയധികം ആകർഷിച്ചിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ പിന്തുടർന്നു. ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ പ്ലാനിങ് വന്നു, പഞ്ചവത്സര പദ്ധതികൾ വന്നു. പക്ഷേ അതിൻ്റെ പ്രസക്തിയും അതുകൊണ്ട് നേട്ടം ഉണ്ടായില്ല എന്നുള്ള തിരിച്ചറിവും ആക്ച്വൽ എക്സ്പീരിയൻസുമാണ് ഈ റിഫോംസിലേക്ക് നമ്മളെ നയിച്ചത്, രാജ്യത്തിന് മൊത്തത്തിൽ. ആ റിഫോംസിൽ വന്നതിന് ശേഷമുള്ള വളർച്ച സാധാരണക്കാർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വളർച്ചയുണ്ടാവണം. വളർച്ചയോടൊപ്പം ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ക്ഷേമ പദ്ധതികൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വേറൊരു കാര്യം, ഈ ഇൻഇക്വാലിറ്റി, വളർച്ചയുണ്ടാകുമ്പോൾ ആ നേട്ടമെല്ലാം മുതലാളിമാർക്ക് അല്ലെങ്കിൽ ഉള്ളവൻ്റെ കയ്യിൽ കൂടുതൽ പൈസ വന്നുകൊണ്ടിരിക്കുന്നു. വളർച്ച മൂലമുള്ള ഗുണം പണക്കാരന് കിട്ടുന്നു, സാധാരണക്കാരന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഇൻഇക്വാലിറ്റി വർദ്ധിക്കുന്നത്. ഇല്ലാത്തവൻ കൂടുതൽ ഇല്ലാത്തവനാകുന്നു, ഉള്ളവൻ കൂടുതൽ ഉള്ളവനാകുന്നു. അപ്പോൾ അതിനെ നിരാകരിക്കാനായിട്ടാണ് ഗവൺമെൻറ്റുകൾ നടപടി സ്വീകരിക്കേണ്ടത്. അതാണ് വെൽഫെയർ മെഷേഴ്സും, അതാണ് നമ്മൾ ഈ അന്ത്യോദയ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ട് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള കരുതൽ, ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തുടർച്ചയായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ. കാരണം ഒരു 10-20 വർഷം കൊണ്ടെങ്കിലും ഇന്ത്യ ആകമാനം മിനിമം ഈ പാശ്ചാത്യ രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലുമുള്ള ജീവിത നിലവാരം എല്ലാ ഇന്ത്യക്കാർക്കും, ഇന്ത്യയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണമെന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള പാത വളർച്ചയിൽ കൂടി തന്നെയാണ് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നീങ്ങുവാൻ സാധിക്കുക. അപ്പോൾ വളർച്ചയായിരിക്കും ഈ ബഡ്ജറ്റ് ഗ്രോത്തിന് വേണ്ടി സർക്കാരിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കല്ലേ ഇവിടെ. കഴിഞ്ഞ വർഷം ആ കാര്യം കൂടി ഒരു സെൻറ്റൻസ് മാത്രം പറയാം. 50 ലക്ഷം കോടിയായിരുന്നു ബഡ്ജറ്റിൻ്റെ സൈസ്. എനിക്കെപ്പോഴും വളരെ റിലവൻ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ബഡ്ജറ്റിൻ്റെ സൈസ് സാധാരണ ചർച്ച ചെയ്യപ്പെടാത്തതാണ്. എന്തുകൊണ്ട് ഞാനതിനെ പ്രധാനമായിട്ട് കണക്കാക്കുന്നു വെച്ചാൽ, ഒരു ഗവൺമെൻറ് എത്രത്തോളം സ്പെൻഡ് ചെയ്യും അടുത്ത വർഷം എന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ അല്ലെങ്കിൽ കണക്കാണ് ഈ ബഡ്ജറ്റ് സൈസ്. കഴിഞ്ഞ വർഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബഡ്ജറ്റ് ചെയ്തത് 50 ലക്ഷം കോടി അവർ ചിലവാക്കും. അതിന് മുമ്പിലത്തെ വർഷം 48 ലക്ഷം കോടി, അതിന് മുമ്പിലത്തെ വർഷം 44 ലക്ഷം കോടി. എൻ്റെ അനുമാനത്തിൽ 50 എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഐ വുഡ് ലവ് 55 ലക്ഷം കോടി ആയാൽ വളർച്ചയ്ക്ക് കൂടുതൽ ആക്കം കൊടുക്കും എന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. പക്ഷെ അത്രയും ചിലവാക്കാൻ പറ്റില്ല. കാരണം ധനക്കമ്മി. ഈ ചിലവ് കൂടുമ്പോൾ നമ്മുടെ വരവും ആനുപാതികമായിട്ട് അതിന് വന്നാലല്ലേ പൈസ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ വരവും ചിലവും തമ്മിലുള്ള അന്തരം കമ്മി മൂലം, കടം മേടിക്കൽ മൂലം നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ചുള്ള കൺസേൺ, ആശങ്ക, അതായത് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി കണ്ടമാനം കൂടാൻ പാടില്ല എന്നുള്ള ഒരു പൊതുവെ ഒരു കൺസെൻസസ് ഉണ്ട്. അതൊരു പ്രത്യേക വിഷയം. ആ ഒരു ആശങ്ക മൂലം എനിക്ക് തോന്നുന്നത് ഈ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ് ഏകദേശം 52-53 ലക്ഷം കോടിയുടെ സൈസുള്ള ഒരു ബഡ്ജറ്റായിരിക്കും. അതിൻ്റെ അർത്ഥം 26-27 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ മാത്രം, സംസ്ഥാന സർക്കാരുകളിൽ കേന്ദ്ര സർക്കാർ മാത്രം അടിസ്ഥാന സൗകര്യ മേഖലയിലടക്കം സാലറീസ് കൊടുക്കുന്നു, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, റെയിൽവേ വികസനം, നമ്മുടെ മറ്റുള്ള മേഖലകൾ, ഇപ്പം കർഷകർക്കുള്ള വളം സബ്സിഡി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ 50 ലക്ഷം കോടി ഈ വർഷം, അടുത്ത വർഷം 52 ലക്ഷം കോടിയുടെ ബഡ്ജറ്റായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതിനകത്ത് വിവിധ സെക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ തീർച്ചയായിട്ടും ഫിഗേഴ്സ് വരുമ്പം നമ്മൾ ചർച്ച ചെയ്യും. ഇൻഫ്ലേഷനെ കുറിച്ചും പറയാനുള്ള ശരിക്കും ഒരു നമുക്ക് അതിലേക്ക് ഒന്ന് വരാം. പറഞ്ഞു നിർത്തിയതിനൊപ്പം തന്നെ ഈ രൂപയുടെ മൂല്യം ഇടിയുന്നത് അല്ലേ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അത് ആ ഒരു സാഹചര്യത്തിൽ വരുന്ന നമ്മുടെ ബജറ്റ് അത് എങ്ങനെയാണ് സർ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു കോണിൽ നമ്മൾ നോക്കി കാണേണ്ടത്? ഒപ്പം ചേർക്കാൻ അതൊരു വലിയ കൺസേൺ ആണ്. ഈ രൂപയുടെ മൂല്യം ഇങ്ങനെ ഇടിയുന്നു, മാറുന്നു. അഗെയിൻ രൂപയുടെ മൂല്യം നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയെന്ന് കൂടി എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി അങ്ങ് പറയണം. അത് ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ് രൂപ തകർന്നു, രൂപയുടെ മൂല്യം തകർന്നു എന്ന് പറയുന്നത്? ഹൗ സിഗ്നിഫിക്കൻ്റ് ഇസ് ഇറ്റ്? പ്രദീപ്, 91 അല്ലെങ്കിൽ 92 നിലവാരമൊക്കെ ഒരു ഡോളറിന് രൂപയുടെ മൂല്യം 90, 91, 92 വരെ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏകദേശം 6% രൂപയുടെ മൂല്യം കുറഞ്ഞു. ഡോളറിന് ആനുപാതികമായിട്ടുള്ള രൂപയുടെ മൂല്യം കുറേ നാൾ എനിക്ക് തോന്നുന്നത് 83, 84 ആ നിലവാരത്തിലൊക്കെ കുറേ നാൾ നിന്നിരുന്ന കറൻസി പെട്ടെന്ന് താഴോട്ട് വന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നേയില്ല.
അതിനുള്ള കാരണം കൂടി ഞാൻ പറയാം. ഈ രൂപയുടെ മൂല്യം റിസർവ് ബാങ്ക് ആണ് ആത്യന്തികമായി ഇതിനെ നിയന്ത്രിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യം ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റിയിലേക്ക് പോയിട്ടില്ല. അതായത് ഡോളർ ഇപ്പോൾ അകത്ത് നിന്ന് ഡോളർ ആവശ്യാനുസരണം ഒരാൾക്ക് അയക്കാൻ പറ്റില്ല. ഇപ്പം എനിക്കോ പ്രതിമയുണ്ടെങ്കിൽ രാഖിക്ക് ആരെങ്കിലും ബന്ധുക്കളുണ്ട്, നമുക്ക് പഠിക്കാനായിട്ട് പോയ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണം അയച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഫോറിൻ കറൻസിയിൽ വേണം അത് റെമിറ്റ് ചെയ്യാൻ. അങ്ങനെ പിന്നെ മെഡിക്കൽ ആവശ്യം, വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് അത് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്, ഒരു ലേംസ് എന്നും പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നതിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാതെ ഒരു വർഷം ഒരാൾക്ക് $2,50,000 വരെ അയക്കാം. വേറെ ക്വസ്റ്റ്യൻസില്ല. അല്ലാതെ ഈ ഡോളറിൻ്റെ കൺവെർട്ടബിലിറ്റി നമ്മൾ അലോ ചെയ്തിട്ടില്ല. ലോകത്തിൽ 4 കറൻസികളാണ് ഫുള്ളി കൺവെർട്ടബിൾ. ഒരു നിയന്ത്രണത്തിനും വിധേയമല്ലാതെ ഫ്രീ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാവുന്ന ഹാർഡ് കറൻസി എന്ന് പറഞ്ഞാൽ ഡോളർ, പൗണ്ട്, യൂറോ, യെൻ. നമ്മുടെ മാനേജ് ഫ്ലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മൂല്യശോഷണം ക്രമാതീതമായി വന്നാൽ നമുക്ക് ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ റിസർവ് ബാങ്കിന് നിയന്ത്രിക്കാനുള്ള കെൽപ്പുണ്ട്, നമ്മുടെ രാജ്യത്തിനുണ്ട്. പറയാൻ കാരണം എന്താണ്, നമ്മുടെ റിസർവ്സ് 690 ബില്യൺ അല്ലെങ്കിൽ $700 ബില്യൺ ആണ്. രൂപയുടെ മൂല്യം ഇടിഞ്ഞു വരുന്നു, കുറവ് വരുന്നു. പിന്നെ കേരളത്തിലായതുകൊണ്ട് പ്രത്യേകിച്ചും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി മറ്റൊരു വശം ഇത് പറയാം. നമ്മൾ പറയുന്നു കുപ്പുകുത്തി, രൂപയുടെ മൂല്യം തകർന്നു, വലിയ പ്രശ്നമാണ്. ഒരു NRIയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലതാണോ? ഉറപ്പായിട്ടും നല്ലതാണ് അല്ലേ? ഇനിയിപ്പോൾ NRI ദുബായിലും ജർമ്മനിയിലും ഇന്നിപ്പോൾ കൂടുതൽ റെമിറ്റൻസ് വരുന്നത് UAE എന്നല്ല, USA, ഇന്ത്യയിലേക്ക്, USA, പിന്നെ ജർമ്മനി, യൂറോപ്പിലൊക്കെ ധാരാളം മലയാളീസുണ്ട്. മലയാളി ഇല്ലാത്ത രാജ്യം എവിടെയാണ്? അപ്പോൾ എല്ലാവർക്കും സമ്മതമാണല്ലോ, അവർക്ക് എന്തായാലും രൂപയുടെ മൂല്യം കുറയുമ്പോൾ ശരി കുത്തി അല്ലെങ്കിൽ മൂല്യം ഇടിഞ്ഞു, അവരുടെ അക്കൗണ്ടിൽ കൂടുതൽ പൈസ വരുമോ ഇല്ലയോ? അതേപോലെ അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അവർക്ക് നല്ലതാണോ അല്ലയോ? അനിഷേധ്യമായി നല്ലതാണ്. അങ്ങനെ പൈസ വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ കൂടുതൽ പൈസ നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ ബന്ധു കുടുംബത്തിൽപ്പെട്ട ആൾ ഈ രൂപ മൂല്യശോഷണം മൂലം ഇങ്ങോട്ട് അയക്കുകയാണെങ്കിൽ ഇവിടുത്തെ ക്രയശേഷി വർദ്ധിക്കുമോ ഇല്ലയോ? സ്പെൻഡിങ് പവർ കൂടുന്നു. ഇവിടെ അവർ കൂടുതൽ ചെലവ് ചെയ്താൽ ഈ സമ്പദ്ഘടനയ്ക്ക് നല്ലതാണോ ഇല്ലയോ? ആൻഡ് വേറൊരു കാര്യം പ്രദീപ്, ടെക്നിക്കലി ഈ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സ്പെൻഡ് കൂടുതൽ ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർക്കാണ് അത് പറയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പം നമ്മുടെ വരുമാനം, ശമ്പളം അല്ലെങ്കിൽ ഇൻകം കൂടുകയാണെന്നുണ്ടെങ്കിൽ വിവിധ നിലയിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ധനികന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, പാവപ്പെട്ടവരുമുണ്ട്. ഇക്കണോമിക് തിയറി പറയുന്നത് ഒരേ തരത്തിലുള്ള വർധനവ്, അത് ഇൻകം വരവ് വർധനവ് ധനികനും ഇടത്തരക്കാരനും സാധാരണക്കാരനും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുക ഈ സാധാരണക്കാരനും. ധനികൻ്റെ അക്കൗണ്ടിൽ കിടക്കും, സ്പെൻഡ് ചെയ്യില്ല. മിഡിൽ ക്ലാസ്സും അക്കൗണ്ട് ചെയ്യും. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു മറുവശം പറഞ്ഞതേ ഉള്ളൂ. രൂപയുടെ മൂല്യത്തകർച്ച നല്ലതാണെന്ന് മാത്രമല്ല, അതിന് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇമ്പോർട്ട്സ് നമ്മൾ മേടിക്കുന്ന ഓയിലിൻ്റെ, പെട്രോളിയത്തിൻ്റെ ഒക്കെ കോസ്റ്റ് കൂടും. ചുരുക്കി പറയാം. പിന്നെ വേറൊന്ന് പ്രദീപ് നമ്മൾ മനസ്സിലാക്കി, അന്താരാഷ്ട്ര ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ വേണമെങ്കിൽ വേറെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഡീൽ ചെയ്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചോളൂ, 6%, 5% ഒന്നും ഒരു വലിയ ഒരു ഇഷ്യൂ അല്ല. ഇന്ന് ജാപ്പനീസ് യെൻ പരിശോധിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 157 $1 ഈക്വൽ ടു 157 yen. 1-2 വർഷങ്ങൾക്ക് മുമ്പ് 113 ആൻഡ് ഈ ഡീൽ ചെയ്യുന്ന ആൾക്കാർ ചോദിച്ചു നോക്കും. അന്താരാഷ്ട്ര മാർക്കറ്റിൽ എക്സെപ്റ്റ് ഐ തിങ്ക് ഈ യൂറോ വലിയ മൂവ്മെൻ്റ് ഇല്ല, യൂറോ ഡോളർ. പൗണ്ട് സ്റ്റെർലിങ്ങും പിന്നെ ഈ UK എക്കോണമി സൈസ് കണ്ടമാനം കുറഞ്ഞതുകൊണ്ട് പൗണ്ട് സ്റ്റെർലിങ്ങിന് പണ്ടുണ്ടായിരുന്ന ഒരു സ്ഥാനം ഇന്നില്ല. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ട്രേഡ് കംപ്ലീറ്റ് ഇപ്പോൾ ഇൻവോയ്സ് ചെയ്യുന്നത് മിക്കവാറും മറ്റേ റൂബിൾ, ഈ ഇറാൻ്റെ പ്രശ്നമൊക്കെ വന്നു, മറ്റേ റഷ്യയുടെ പ്രശ്നം വന്നപ്പോൾ കുറേ ചൈനീസ് RMB, ചൈനീസ് യുവാൻ, നമ്മുടെ ഇന്ത്യൻ റുപ്പി, റൂബിളൊക്കെ മാറി. അല്ലെങ്കിൽ
ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത്, അതിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്നത് US ഡോളറിലും യൂറോയിലും മാത്രമേ ഉള്ളൂ. യൂറോ US വലിയ വ്യത്യാസമില്ലാത്ത തുടരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ഇറ്റ് ഇസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI. സംശയമേ നമുക്കിനി 2 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് ഇന്നത്തെ പുത്തൻപുലരി. കാര്യം അടുത്ത സംപ്രേഷണത്തിനുള്ള സമയമാകുന്നു. വളരെ പെട്ടെന്നൊരു കാര്യം, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ വളർച്ചയുടെ ഒരു ഗതി, വികസനത്തിൻ്റെ ഒരു സ്പീഡ്, പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതിലെ ഒരു വേഗം പറഞ്ഞു തീരും മുമ്പാണ് മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ചാൽ നമ്മുടെ കൊല്ലം ദേശീയപാതയൊന്നും ഈ ബൈപ്പാസ് ഒന്നും ആലോചിക്കാൻ കൂടി വയ്യ. അപ്പോൾ അത്തരം ഒരു മൊമെൻറ്റം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പറയുന്ന പദ്ധതികൾ വളരെ വേഗം നടപ്പാക്കുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു ഗിയർ മാറ്റം ആ ചേഞ്ചസിന് കൂടി നാന്ദി കുറിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് പ്രദീപ് പറഞ്ഞത് നന്നായി. കൊല്ലം ബൈപ്പാസും കൊല്ലം റെയിൽവേ സ്റ്റേഷനും ആൻഡ് അവിടുത്തെ MP ബഹുമാനപ്പെട്ട ശ്രീ NK പ്രേമചന്ദ്രൻ ഈസ് ഓൺ റെക്കോർഡ്. കാരണം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് മോണിറ്റർ ചെയ്യുന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ വേഗത തൃപ്തികരമായി പുരോഗമിക്കുന്നു എന്നുള്ളത് ഈ മുന്നണിയിൽ രാഷ്ട്രീയപരമായി മറുചേരിയിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കുന്ന സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാം അദ്ദേഹം സമ്മതിച്ചല്ലോ. എന്തിനേറെ ശ്രീ ചിദംബരം അദ്ദേഹം പറഞ്ഞ നേട്ടങ്ങൾ, ഡിജിറ്റൽ എക്കോണമിയെ തള്ളിപ്പറഞ്ഞ അതെ, അദ്ദേഹം പറഞ്ഞു ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിൽ നല്ല പുരോഗതിയുണ്ട്. വി ഹാവ് ടു കൺസീഡ് ദാറ്റ്. അത് നമ്മൾക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നു. പല ഇംപ്ലിമെൻറ്റേഷൻ സ്പീഡ് പ്രദീപ് പറഞ്ഞുകൊണ്ട് ഇത് നാഷണൽ ലെവലിൽ മാത്രമല്ല, സംസ്ഥാനങ്ങളിലും മറ്റു പല സംസ്ഥാനങ്ങളിലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പം വിഴിഞ്ഞം കുറച്ചധികം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയും കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. അതുകൊണ്ട് കുറച്ച് നേട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബോംബെയിൽ കോസ്റ്റൽ ഒരു ഹൈവേ നമ്മുടെ മുംബൈ വേളിയിൽ നിന്നും നമ്മുടെ ഡൗൺ ടൗൺ നെടുമൻ പോയിന്റിലേക്ക് ഞാൻ 2020 തുടങ്ങിയാണ്. LNT ആണ് കോൺട്രാക്ടർ. ഇപ്പോൾ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞു അവിടെ. അപ്പം രാജ്യത്താകമാനം ഇപ്പോൾ UP ട്രാവൽ ചെയ്തെല്ലാം അറിയാം, ഹൈവേസ് ഭയങ്കരമായിട്ട് വികസിക്കുന്നു. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷനിൽ തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ്റെ വേഗത തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചാ നിരക്കിനെ കൂട്ടും. കാരണം സാധാരണ ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, പറഞ്ഞ ചെലവിലും പറഞ്ഞ സമയത്തും വീട് വെച്ച ആരുണ്ട്? ഞാൻ 1 വർഷം കൊണ്ട് 30 ലക്ഷം 25 ലക്ഷം അതെല്ലാം കൂടി വന്ന 35. അതെന്തുകൊണ്ടാണ്? ഈ ടൈം ഓവർറൺ, കോസ്റ്റ് ഓവർറണ്ണും ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ നമ്മുടെ ചിലവ് കുറയുകയും ചിലവ് കുറഞ്ഞ് സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ അതിൻ്റെ ഗുണം വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. സമയക്കുറവ് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ് ശ്രീ ആദികേശവൻ.